വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരാഴ്ച മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്കും സുപരിചിതയായ അനാമികയും വിഷ്ണുവും തങ്ങളുടെ അമ്മ വീണ്ടും ഗർഭിണിയാണെന്ന വിവരം പുറത്തുവിട്ടത്. ഒരു വർഷം മുൻപായിരുന്നു ഉദയഗിരിജിയുടെ രണ്ടാം വിവാഹം. 15 വർഷം മുൻപ് ഇവരുടെ ആദ്യ ഭർത്താവ് മരിച്ചിരുന്നു. ആദ്യ വിവാഹത്തിൽ ഉദയഗിരിജിക്ക് ഒരു മകനും മകളുമാണുള്ളത്. ആ മകനാണ് വിഷ്ണു. അമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ശേഷം അതീവ സന്തോഷത്തിലാണ് വിഷ്ണുവും സഹോദരി അനാമികയും എല്ലാം. കഴിഞ്ഞ ദിവസം അമ്മയുമായി ആദ്യത്തെ സ്കാനിങ്ങിനായി ആശുപത്രിയിൽ കുടുംബസമേതം പോയതിന്റെ വ്ലോഗ് പുറത്തു വന്നിട്ടുണ്ട്. കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കേൾക്കാം എന്ന സന്തോഷത്തിലാണ് കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് സ്കാനിങ്ങിനായി പോയതും. എന്നാൽ ആശുപത്രിയിൽ കാത്തിരുന്നത് മറ്റൊരു സർപ്രൈസ് ആയിരുന്നു. ഉദയഗിരിജിക്ക് പിറക്കാൻ പോകുന്നത് ഒന്നല്ല, 2 കുഞ്ഞുങ്ങളാണ്. ഇരട്ട കുഞ്ഞുങ്ങളാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്. അമ്മയുമായി ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് സ്കാനിങ്ങിന് വരുന്നത്. അമ്മയ്ക്ക് ട്വിൻസ് ആണ്. ഞങ്ങളുടെ സന്തോഷത്തിനായി നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും എല്ലാം ബ്ലഡ് നൽകി. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ സ്പെഷ്യലായ സ്ഥാനം ഈ 2 ദിവസത്തിനുണ്ടാകും. കുഞ്ഞുമോൾക്ക് കൂട്ടായി വരാൻ പോകുന്നത് 2 പേരാണ്. വാവയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് ഹോസ്പിറ്റലിൽ വ്ലോഗ് പങ്കിട്ട അനാമിക പറഞ്ഞത്. 43-ാം വയസ്സിൽ ഒരു സ്ത്രീ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പോകുന്നത് അപൂർവമായ മാത്രം നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നിരവധി പേരാണ് ഉദയഗിരിജിക്ക് ആശംസകളും പ്രാർത്ഥനകളും നേർന്ന് രംഗത്ത് വന്നത്. അനാമികയും വിഷ്ണുവും 1 വയസ്സുള്ള ഒരു മകനുമുണ്ട്. അതേസമയം ഗർഭിണിയാണെന്ന വിവരം ഉദയഗിരിജ പരസ്യപ്പെടുത്തുമ്പോൾ വലിയ രൂപത്തിലുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ചത്. വയസ്സാം കാലത്ത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ് വളരെ മോശമായ ഭാഷയിൽ കമന്റുകളും പ്രത്യക്ഷപ്പെട്ടത്. അനാമിക മിക്ക നെഗറ്റീവ് കമന്റുകൾക്കും മറുപടി നൽകിയത് ഈ ഒരു പ്രായത്തിൽ അമ്മയാകാൻ കഴിയുന്നത് എന്തൊരു വലിയൊരു ഭാഗ്യമാണെന്നും അതിന് സ്വന്തം കുടുംബത്തിന്റെ പിന്തുണയാണ് മോശമായി കമന്റുകളെ പ്രതികരിച്ച് അനാമിക പറഞ്ഞു. എന്താണ് ഇത്ര തെറ്റ്? ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തിയതൊക്കെ വിവാഹമാണ് അമ്മയുടേത്. ആ വിവാഹം ഉണ്ടായിരുന്നത് കുഞ്ഞാണ്. ചിലർ എന്തിനാണ് നെഗറ്റീവ് കമന്റുകൾ ഇടുന്നത് എന്നും അനാമിക പറഞ്ഞു. ഉദയഗിരിജിക്ക് പ്രതികരിച്ച് ഇത്തായിരുന്നു: എനിക്ക് 25-23 വയസ്സ് പ്രായമുള്ള 2 മക്കളുണ്ട്. 15 വർഷം മുൻപ് എന്റെ ഭർത്താവ് മരണപ്പെട്ടു. 1 വർഷം മുൻപ് ഞാൻ 2ാമത് വിവാഹം കഴിച്ചു. ഇപ്പോൾ എനിക്ക് കുഞ്ഞുണ്ടാവാൻ പോകുന്നു. ഈശ്വരൻ തന്ന ഈ ഒരു കുഞ്ഞിനെ ഞാൻ അബോർഷൻ ചെയ്യണം എന്നൊക്കെ നെഗറ്റീവ് കമന്റുകൾ വന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്റെ മക്കൾക്കും മരുമക്കൾക്കും ഇല്ലാത്ത നാണക്കേട് മറ്റുള്ളവർക്ക് എന്തിനാണ്? എത്രയോ സ്ത്രീകൾ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതെ വിഷമിക്കുന്നു. എനിക്ക് കുഞ്ഞു ദൈവം തന്ന നിധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ്. ഇതിൽ എനിക്ക് നാണക്കേട് തോന്നുന്നില്ല എന്നാണ് ഉദയഗിരിജിയും കുറിച്ചത്. ഉദയഗിരിജിയുടെ നടത്തിപ്പുകാരിയായ ജീവിതമാതാ കാരുണ്യ ഭവനിലെ അന്തേവാസിയായിരുന്നു അനാമിക. പിന്നീട് ഗിരിജ അനാമികയെ മകന് വിവാഹം ചെയ്ത് കൊടുക്കുകയായിരുന്നു. അനാമികയ്ക്ക് ഒരു സഹോദരി മാത്രമാണുള്ളത്. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ഇരുവർക്കും തെറ്റിയുള്ള വിമർശനവും സന്തോഷകരമായ കമന്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം എന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.